വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കളമശ്ശേരിക്കടുത്തായി ബസ് റോഡിലേക്ക് 100 മീറ്ററും വരാൻ പോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 150 മീറ്ററും മെട്രോ സ്റ്റേഷനിലേക്കും നാഷണൽ ഹൈവേയിലേക്കും 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3 സെൻറ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ വർക്ക് ഏരിയയും യൂട്ടിലിറ്റി സ്പേസും സഹിതം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗിയായി ചെയ്ത ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇൻഡിപെൻഡൻറ്റ് വീടായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ, അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. 3 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇൻ്റർലോക്ക് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. 2-വേ ലൈറ്റും CNC കട്ടിംഗ് ഷീറ്റ്സൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ പില്ലറിലും ലൈറ്റ് കൊടുക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനിൽ തന്നെയാണ് CNC കട്ടിംഗ് ഒക്കെ കൊടുത്താണ് ഇവിടെ ഗേറ്റ് വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 14 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിലാണ് ഉള്ളത്. 8 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് 2 വീലർ പാർക്കിങ്ങിന് ഉള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈലൊക്കെ കൊടുത്ത് താഴെ അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടവും ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വെട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാഷ്യം വരുന്നത്. ഇവിടെയായിട്ടൊരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ലാറ്ററൈറ്റ് ഡിസൈനിലുള്ള വാൾ ടൈലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാഷയുടെ വർക്കിന് കംപ്ലീറ്റ് ആവാനുണ്ട്. മുകളിലായിട്ട് ഗ്ലാസും ഈ ഒരു സൈഡിൽ ജാളി വർക്കും ഒക്കെ വരാനുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 2 അടിയോളമാണ് ഇവിടുത്തെ വെടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് സെറ്റ് ബാക്ക് കൊടുത്ത് തന്നെയാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. ഇവിടെയും 2 അടിയോളം തന്നെയാണ് വെടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 11 അടിയിലേറെ നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെയായിട്ടൊരു 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷൂ റാക്കും നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ 2 പാളികളായി ചെറുതേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വുഡിൻ്റെ തന്നെ ഹാൻഡിലൊക്കെ നൽകിയിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിപ്പമുള്ള ഒരു 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ വുഡിലാണ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റും കൂടാതെ സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള ഒരു കോർണർ സോഫയും കോഫി ടേബിളും ഉൾക്കൊള്ളാനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിംഗ് റൂമിൽ ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജും ഡക്ക സ്പേസും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായ ഒരു വാൾ പേപ്പർ നൽകിയാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള ഒരു പാനലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. പാനലിംഗ് സ്പോട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്.
12.5 അടിയിലേറെ നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സ് വന്നിട്ടുണ്ട്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഡൈനിങ്ങിൽ നിന്ന് വ്യൂ വരുന്ന പാർഷ്യൂ വരുന്നത്. ഇവിടെയായിട്ട് UPVCയുടെ ഡോറാണ് നൽകിയിരിക്കുന്നത്. കർട്ടൻസും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് വുഡ് കോമ്പിനേഷനിൽ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള വാഷ് കൗണ്ടർ വരുന്നത്. ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ രണ്ട് ഭാഗത്തായിട്ട് ഭംഗിയുള്ള നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. വാഷ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കംപ്ലീറ്റ്ലി മൊറോക്കൻ ടൈലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ആ ഒരു വോൾ ചെയ്ത് ഒരു വലിയ റൗണ്ട് മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വി-ഗാർഡിൻ്റെ വയേഴ്സും വി-ഗാർഡിൻ്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം തന്നെ ഗ്ലോസി ടൈലാണ്. എല്ലാ ബെഡ്റൂമിലും ലിവിങ്ങിലും ഡൈനിങ്ങിലും എല്ലാം തന്നെ ആർട്ടർബർഗിൻ്റെ BLDC ഫാനാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന പാനലിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് സ്പോട്ട് ലൈറ്റ് വരുന്നു. ഈ ഒരു സൈഡിലായിട്ട് ഡക്ക സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം ഡക്ക ഐറ്റംസ് ഒക്കെ ഇപ്പം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. 10 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഐബലിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകി ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. 3 ലെയറായിട്ടാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കബോർഡ് വർക്കുകളുടെ താഴെയായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ബോക്സ് കൊടുത്ത് അതിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. വലിപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തും ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. 9.5 അടിയിലേറെ നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിപ്പമുള്ളൊരു സിങ്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ടൈലാണ് വന്നിരിക്കുന്നത്. 3 പവർ പോയിന്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പുറത്തേക്ക് ഗ്രിൽ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ വുഡിൽ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കളർ കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ബ്ലാക്ക് കളറിലുള്ള ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് ടൈലൊക്കെ കൊടുത്ത് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ വരുന്നു. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ നൽകി പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലായിട്ട് ഭംഗിയുള്ള ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് സ്റ്റഡി ടേബിൾ വരുന്നത്. മുകളിലായിട്ട് ഒരു ബുക്ക് ഷെൽഫും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് വരുന്നത്. 16 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകി വിൻഡോ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിങ്ങിനും വലുപ്പമുള്ളൊരു സോഫ സെറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് ചെയ്ത് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കളറിലാണ് സീലിംഗ് വർക്കുകൾ വരുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഇവിടെ സീലിംഗ് വർക്കുകൾ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ 3 ഡോറിന്റെ ഒരു വാൾ റൂമും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ മിറർ നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. ഡൈവേർട്ടറിന്റെ ടാപ്പിന്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ വുഡിൽ പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള വാൾഡ്രോബ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ലെക്സസിന്റെ ഡൈവേർട്ടറും പൈപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ സ്പേഷ്യസ് ആയ ബാത്റൂമിന് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടും ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ വിശാലമായ ബാൽക്കണി വരുന്നത്. 12 അടി നീളവും 12 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിനും ഈ 2 വാളിനും സെയിം കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ, വരാൻ പോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 150 മീറ്റർ, NH-ലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും 3 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 4.4 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കാക്കനാടേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 69 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും നിങ്ങളുടെ വീടുകൾ പരസ്യം ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.